ഹലോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ലേൺ വിത്ത് ലാവുഷിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വരുന്ന PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള 20 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായി മാറിയത് UPI ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായി മാറിയത് UPI ആണ്. UPI എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം കൂടി ഓർത്തു വയ്ക്കുക. യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. എന്താണ് UPI? യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്നതാണ് UPIയുടെ ഫുൾ ഫോം. അതുകൂടി ഓർത്തു വെക്കുക. ഈ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായി മാറിയത്. അടുത്ത ചോദ്യം, ഇന്ത്യയുമായി വിവിധ മേഖലകളിലെ സഹകരണത്തിനായി 16 സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ച രാജ്യമാണ് റഷ്യ. ഇന്ത്യയുമായി വിവിധ മേഖലകളിലെ സഹകരണത്തിനായി 16 സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ച രാജ്യമാണ് റഷ്യ. യുനെസ്കോയുടെ മാനവികതയുടെ അദൃശ്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ പോകുന്ന ഇന്ത്യയിലെ ആഘോഷമാണ് ദീപാവലി. യുനെസ്കോയുടെ മാനവികതയുടെ അദൃശ്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ പോകുന്ന ഇന്ത്യയിലെ ആഘോഷമാണ് ദീപാവലി. 2026 ഫിഫ ലോകകപ്പ് ഭാഗ്യചിഹ്നങ്ങളാണ് മേപ്പിൾ ദി മ്യൂസ്, സായു ദി ജാഗ്വാർ, ക്ലച്ച് ദി ബാൾഡ് ഈഗിൾ. എന്തൊക്കെയാണ് 2026 ഫിഫ ലോകകപ്പ് ഭാഗ്യചിഹ്നങ്ങൾ? അത് മേപ്പിൾ ദി മൂസ്, സായു ദി ജാഗ്വാർ, ക്ലച്ച് ദി ബാൾഡ് ഈഗിൾ എന്നിവയാണ്. നമുക്കറിയാം 2026 ഫിഫ ലോകകപ്പ് നടക്കുന്നത് കാനഡ, മെക്സിക്കോ, US എന്നിവിടങ്ങളിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടുത്തെ ഓരോ രാജ്യങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഭാഗ്യചിഹ്നങ്ങളാണ് മേപ്പിൾ ദി മ്യൂസ് കാനഡ, സായു ദി ജാഗ്വാർ മെക്സിക്കോ, ക്ലച്ച് ദി ബാൾഡ് ഈഗിൾ US. ഓക്കെ, ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് യന്ത്രത്തിൽ നോട്ട ബട്ടണിന് പകരമായി ഏർപ്പെടുത്തിയ പുതിയ സംവിധാനമാണ് എൻഡ് ബട്ടൺ. എന്താണ് എൻഡ് ബട്ടൺ? തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് യന്ത്രത്തിൽ നോട്ട ബട്ടണിന് പകരമായി ഏർപ്പെടുത്തിയ പുതിയ സംവിധാനമാണ് എൻഡ് ബട്ടൺ. പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലെ ആദ്യ സമർപ്പിത കോടതി മുറി നിലവിൽ വന്നത് പഞ്ചാബിലാണ്. പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലെ ആദ്യ സമർപ്പിത കോടതി മുറി നിലവിൽ വന്നത് പഞ്ചാബിലാണ്. എവിടെയാണത്? പഞ്ചാബിൽ. ഇതര ജാതികളിൽ നിന്ന് വിവാഹം കഴിക്കുന്നവരെ ഉൾപ്പെടെ സാമൂഹിക ബഹിഷ്കരണത്തിന് ഇരയാക്കുന്നത് തടയാൻ പ്രത്യേക നിയമം കൊണ്ടുവന്നത് കർണാടകയാണ്. ഇതര ജാതികളിൽ നിന്ന് വിവാഹം കഴിക്കുന്നവരെ ഉൾപ്പെടെ സാമൂഹിക ബഹിഷ്കരണത്തിന് ഇരയാക്കുന്നത് തടയാനായി പ്രത്യേക നിയമം കൊണ്ടുവന്നത് കർണാടകയാണ്. ആരാണ്? കർണാടക. ഗൂഗിൾ പുറത്തുവിട്ട ഇയർ ഇൻ സെർച്ച് 2025 പട്ടികയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിരയപ്പെട്ട വ്യക്തിയാണ് വൈഭവ് സൂര്യവംശി. ഗൂഗിൾ പുറത്തുവിട്ട ഇയർ ഇൻ സെർച്ച് 2025 പട്ടികയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിരയപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് വൈഭവ് സൂര്യവംശിയാണ്. ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ വാസ്തുശില്പിയാണ് ഫ്രാങ്ക് ഗെഹ്രി. ആരാണ്? ഫ്രാങ്ക് ഗെഹ്രി 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ വാസ്തുശില്പിയാണ്. അടുത്ത ചോദ്യം, 2025 AIFF സൂപ്പർ കപ്പിൽ കിരീടം നേടിയത് FC ഗോവയാണ്. 2025 AIFF സൂപ്പർ കപ്പിൽ കിരീടം നേടിയത് FC ഗോവയാണ്. FC ഗോവ. ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൽ പുതിയതായി അംഗമാകുന്ന രാജ്യമാണ് റഷ്യ. ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൽ പുതിയതായി അംഗമാകുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് റഷ്യയാണ്. രാജ്യത്ത് ഈ വാഹന ചാർജിംഗ് കേന്ദ്രങ്ങൾ വ്യാപകമാക്കാനുള്ള പദ്ധതിയാണ് PME ഡ്രൈവ് പദ്ധതി. രാജ്യത്ത് ഈ വാഹന ചാർജിംഗ് കേന്ദ്രങ്ങൾ വ്യാപകമാക്കാനുള്ള പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് PME ഡ്രൈവ് പദ്ധതിയാണ്. ഓർത്തു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഒരു PSC പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് PME ഡ്രൈവ് പദ്ധതി. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായ ഹരിമൗ ശക്തി 2025 വേദിയാണ് രാജസ്ഥാൻ. ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് ഹരിമൗ ശക്തി.
ഈ ഹരിമൗ ശക്തിയുടെ 2025 വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനിലാണ്. എവിടെയാണ്? അത് രാജസ്ഥാനിലാണ്. പൊതുസമൂഹത്തിൽ ഭീഷണിയായവരെയും പൊതുശല്യമായി കാണുന്നവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ഡീവീഡ്. എന്താണ്? പൊതുസമൂഹത്തിൽ ഭീഷണിയായവരെയും പൊതുശല്യമായി കാണുന്നവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്ന പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഓപ്പറേഷൻ ഡീവീഡ് ആണ്. ഓപ്പറേഷൻ ഡീവീഡ്. 2026 ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടീമിൻ്റെ തലവനായി, അതായത് ഷെഫ് ഡി മിഷനായി നിയമിതനായത് സഹദേവ് യാദവ് ആണ്. ആരാണ്? സഹദേവ് യാദവ്. 2026 ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടീമിൻ്റെ തലവനായി, അതായത് ഷെഫ് ഡി മിഷനായി നിയമിതനായത് സഹദേവ് യാദവ് ആണ്. സഹദേവ് യാദവ് ആണ്. അടുത്ത ചോദ്യം, 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ജൂറി അധ്യക്ഷനാണ് മുഹമ്മദ് റസൂലോഫ്. 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ജൂറി അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് റസൂലോഫ് ആണ്. മുഹമ്മദ് റസൂലോഫ് ആണ്. 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ബംഗാളി നടനാണ് കല്യാൺ ചാറ്റർജി. 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ബംഗാളി നടനാണ് കല്യാൺ ചാറ്റർജി. കല്യാൺ ചാറ്റർജി. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ, അതായത് IFFKയുടെ ഉദ്ഘാടന ചിത്രമായി തിരഞ്ഞെടുത്ത സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് പാലസ്തീൻ 36 എന്ന സിനിമയാണ്. പാലസ്തീൻ 36 എന്ന സിനിമയെയാണ് 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ, അതായത് IFFKയുടെ ഉദ്ഘാടന ചിത്രമായി തിരഞ്ഞെടുത്തത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കാം. ആണവശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അന്തർവാഹിനി ഏത് രാജ്യത്തിൽ നിന്ന് പാട്ടമെടുക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചത്? അത് റഷ്യയിൽ നിന്നാണ്. ആണവശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അന്തർവാഹിനി റഷ്യയിൽ നിന്ന് പാട്ടമെടുക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചത്. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. 35ാമത് ഫോർമുല 1 ലോക ചാമ്പ്യൻ 2025 ലാൻഡോ നോറിസ്. 35ാമത് ഫോർമുല 1 ലോക ചാമ്പ്യൻ 2025 ആരാണ് എന്ന് ചോദിച്ചാൽ അത് ലാൻഡോ നോറിസ് ആണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ഒന്നുകൂടി ഒരു 2x സ്പീഡിൽ കൂടി ഇട്ടിട്ട് കേട്ട് നോക്കുക, വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് ദിവസേന ഒരു 20 ക്വസ്റ്റ്യൻസ് വെച്ച് ഡെയിലി കറണ്ട് അഫെയർസ് പഠിച്ചു പോകാം. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് PSC പരീക്ഷകളിലെ കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് തോന്നും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ദിവസേന 20 ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം. താങ്ക്